ജിമ്മിലോട്ടാ. എങ്ങോട്ടാ? ജിമ്മ്. അപ്പോൾ ചുടുകുട്ടൻ പറഞ്ഞ പോലെ നമ്മളിന്ന് പോകുന്നത് ജിമ്മിലോട്ടാട്ടോ. അപ്പോൾ ഇന്ന് ഇച്ചാൻ്റെ ജിമ്മിൽ ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാംസ് ഒക്കെ നടക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ജൂഡും ഏടും ആദ്യമായിട്ടാണ് ഒരു ജിമ്മിലേക്ക് പോകുന്നത് കേട്ടോ. അവർ വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഒരു ജിമ്മിൻ്റെ ആംബിയൻസ് നേരിട്ട് അവർ കണ്ടിട്ടില്ല. അപ്പോൾ അവർ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്, ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് അവർ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാത്രി വന്നിട്ടാണ് ഫംഗ്ഷൻ. 7 മണിക്കാണ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ ഒരു 2 കിലോമീറ്റർ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും ഒരുങ്ങി ഇറങ്ങി. അപ്പോൾ ജിമ്മെത്തി. അവിടെ ഉണ്ടായിരുന്ന അവരെക്കൊണ്ട് പറ്റുന്ന എല്ലാ സംഭവവും അവർ എക്സ്പ്ലോർ ചെയ്തു കേട്ടോ. ഈ ഒരു സാധനമാണ് പെട്ടെന്ന് അവരുടെ കണ്ണിൽ ഉടക്കിയത്. ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ കുറച്ച് നേരം അതിൻ്റെ മുകളിലൊക്കെ കളിച്ചു. പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞു വെയിറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് പൊക്കി. അങ്ങനെ അവരെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് നേരം അവിടെയൊക്കെ അവർ എക്സ്പ്ലോർ ചെയ്തു. അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ളൊരു ജിമ്മാട്ടോ. കോടഞ്ചേരിയിലാണ് ഈ ജിമ്മ്. ബി-ഫിറ്റ് എന്നാണ് ജിമ്മിൻ്റെ പേര്. അപ്പം അത്യാവശ്യം നല്ല എല്ലാ ഫെസിലിറ്റീസും ഉള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ജിമ്മാട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ബോഡി ഷോ ആയിരുന്നു അവിടുത്തെ ജിമ്മന്മാരുടെ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നമ്മളിതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരുന്നു. പിന്നെ ഒരുപാട് പേരൊന്നും ഇല്ല കേട്ടോ. ജിമ്മിലെ മെമ്പേഴ്സും അവരുടെ ഫാമിലിക്കും മാത്രമേ എൻട്രി ഉണ്ടായിരുന്നുള്ളൂ. പുറത്തുനിന്ന് ഉള്ള എൻട്രീസ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് ആസ്വദിച്ചു. പിന്നെ ഗാനമേള ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം നമ്മൾ അവിടുന്ന് കണ്ട് ആസ്വദിച്ചു. ഇതെല്ലാം കണ്ടിട്ട് ഏടും ചൂടും അവിടുന്ന് അവരെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരും കുറേ ബോഡി ഷോ ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു. നല്ലൊരു ഈവനിങ് ആയിരുന്നു. കുറച്ച് നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു.